ഹായ്. ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്. അത് നല്ലതാണോ, അത് നമുക്ക് ആവശ്യമുള്ളതാണോ, അതോ നമുക്ക് വേണ്ടാത്തതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നമുക്കൊരു വീഡിയോ കാണാം. मैं अगर वोट देती हूँ आरजेडी को, चला जाता है बीजेपी को। मैं अगर वोट देती हूँ कांग्रेस को, चला जाता है बीजेपी को। मैं अगर वोट देती हूँ सपा को, चला जाता है बीजेपी को। आखिर खेल क्या है? पूरा बीजेपी हार रही। जो पार्टी हार जाती है वो हल्ला करने लगती है कि मशीन हैक हो गई है, और वही सेम पार्टी जिस जगह से जीती हुई होती है वहाँ पे चुप रहती है। जब एक पार्टी के मेंबर ने दिल्ली असेंबली में एक मशीन लगाई और पूरे देश के सामने डेमोन्स्ट्रेट किया कि ईवीएम मशीन इस तरीके से हैक हो सकती है। देखिए, वो जो डेमोन्स्ट्रेशन दिखाया गया था वो ओरिजिनल ईवीएम पे नहीं दिखाया गया था, उसकी कॉपी पे दिखाया गया था। तो इलेक्शन कमीशन ने 3 जून 2017 को हर एक पॉलिटिकल पार्टी को चैलेंज किया कि जो लोग ये कह रहे हैं कि हैक हो सकती है, वो दुनिया का कोई भी एक्सपर्ट बुला के लाएं और इस मशीन को हैक करके दिखाएं। कोई भी पार्टी नहीं गई, क्योंकि अगर कोई पार्टी जाती और हैक नहीं कर पाती तो उसकी बहुत बदनामी होती, उसकी छवि खराब होती, उसका कई सालों तक मजाक उड़ता और वोटों का भी नुकसान होता। ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അതിൽ ആ ലേഡി പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് കള്ളത്തരമാണ്. നമ്മൾ ആർക്ക് വോട്ട് ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ കാൻഡിഡേറ്റിന് വോട്ട് പോകില്ല എന്നാണ് പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് എന്താണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് നോക്കാം. ഇലക്ട്രോണിക്കലി വോട്ട് രേഖപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഡിവൈസ്. ഇത് 1982 ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ചത്. അത് നമ്മുടെ സ്റ്റേറ്റിലാണ്, കേരളത്തിലെ പരവൂർ നിയോജക മണ്ഡലത്തിൽ. പിന്നീട് 1998 ഓൺവേർഡ്സ് നമ്മളത് ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ 2003 നടന്ന എല്ലാ നിയമസഭാ ഇലക്ഷനിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു തീരുമാനമെടുത്തു, ഇനി വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ EVM തന്നെ ഉപയോഗിക്കുമെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇലക്ഷൻ കമ്മീഷൻ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ഇതിന് രൂപകൽപ്പന നടത്തിയത്. അതായത് 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അണ്ടറിലുള്ള ടെക്നിക്കൽ വിങ്ങും കൂടി, അങ്ങനെ അവരാണത് രൂപകൽപ്പന ചെയ്തത്. ഇതിന് പ്രധാനമായും 2 പാർട്ടാണുള്ളത്. ഒന്ന് കൺട്രോൾ യൂണിറ്റ്, 2 ബാലറ്റ് യൂണിറ്റ്. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത് പോളിംഗ് ഓഫീസറും, ബാലറ്റ് യൂണിറ്റ് എന്നുള്ളത് പോളിംഗ് ബൂത്തിലും ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ കണക്ഷൻ ഉണ്ടായി. അപ്പോൾ നമ്മൾ ചെല്ലുന്നു, നമ്മുടെ കാൻഡിഡേറ്റ് നേരെയുള്ള ബട്ടൺ പ്രസ് ചെയ്ത് നമ്മുടെ വോട്ട് രേഖപ്പെടുത്തുന്നു, അതവിടെ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം ഇത് യൂസ് ചെയ്യാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതിയുടെ ആവശ്യമില്ല, ഒരു ബാറ്ററി ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം 2 പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് ഇത് രൂപകൽപ്പന ചെയ്തതെന്ന്. അതായത് ഈ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് ബാംഗ്ലൂർ, അത് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ വരുന്നതാണ്. അവരാണ് ഇതിനു വേണ്ടിയുള്ള ബാറ്ററി അസംബിൾ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിലൊരു മൈക്രോ ചിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒറ്റ തവണത്തേക്ക് മാത്രം പ്രോഗ്രാം ചെയ്തേക്കുന്ന ഒരു ചിപ്പാണ് അത്. പിന്നെ നമുക്കതിലൊരു ചേഞ്ചും വരുത്താൻ കഴിയില്ല. വിമർശകരുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EVM ഉപയോഗിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ അത് അത്ര വിശ്വാസ്യമല്ല, സുതാര്യമല്ല. പക്ഷെ അതിന് ഓൾറെഡി ഒരു സൊല്യൂഷനുണ്ട്. അതാണ് VVPAT അല്ലെങ്കിൽ VVPAT എന്ന് നമ്മൾ പറയും, വോട്ടേഴ്സ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഇതൊരു സ്വതന്ത്ര സംവിധാനമാണ്. നമ്മുടെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ സീരിയൽ നമ്പർ, ചിഹ്നം, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു പ്രിൻ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം നമ്മുടെ കാൻഡിഡേറ്റിന് തന്നെ വോട്ട് പോയി എന്നുള്ളത്. അപ്പോൾ ആ സിസ്റ്റം ഓൾറെഡി ഉണ്ട്. 2013 നാഗാലാൻഡിലെ നോക്സൺ നിയമസഭാ മണ്ഡലത്തിലാണ് ആദ്യമായിട്ട് VVPAT സിസ്റ്റം യൂസ് ചെയ്തത്. അതിനുശേഷം 2019 ഇലക്ഷനും ലോക്സഭാ ഇലക്ഷനും നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. EVMൻ്റെ സുതാര്യതയെപ്പറ്റി, അതിൻ്റെ കാര്യക്ഷമതയെപ്പറ്റിയും ഒരുപാട് പരാതികൾ സുപ്രീം കോർട്ടിലും അതുപോലെ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർ പറഞ്ഞ കാര്യം, 2 കൂട്ടരും പറഞ്ഞ കാര്യം, അത് തെളിവാണ് നമുക്ക് വേണ്ടത്. അതിലങ്ങനെ എന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടെങ്കിൽ നിങ്ങളത് തെളിയിച്ച് കാണിക്കുക. അങ്ങനെ ആരെങ്കിലും മുമ്പോട്ട് വന്ന് തെളിയിക്കാൻ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇത് കറക്റ്റ് അല്ല, ഇതിൻ്റെ പ്രവർത്തനം ശരിയല്ല. പക്ഷേ ഇതാരും തെളിയിക്കാൻ മുന്നോട്ട് വരുന്നില്ല. സുപ്രീം കോർട്ടും അത് തന്നെയാണ് പറഞ്ഞത്, ഇലക്ഷൻ കമ്മീഷനും അത് തന്നെ പറയുന്നത്, നിങ്ങളത് തെളിയിച്ച് കാണിക്കുക. പക്ഷെ അതിനാരും മുതിരുന്നില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം?